വഴിതടഞ്ഞുള്ള സമരം അരുതെന്ന ഹൈക്കോടതി ഉത്തരവിനെ വെല്ലുവിളിച്ച് സിപിഐഎം. 10,000 പങ്കെടുത്താൽ വഴി തടസ്സപ്പെടും, യാത്രയ്ക്ക് വഴി വേറെയുണ്ട്, കോടതി വിചാരിച്ചാൽ സമരം ആവശ്യമില്ലെന്നും കേന്ദ്രം കേരളത്തിന് സഹായം നൽകണമെന്ന് കോടതി ഉത്തരവിട്ടാൽ മതിയെന്നും എം.വി. ജയരാജൻ പറഞ്ഞു. കേന്ദ്ര അവഗണനയ്ക്കെതിരെ കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസ് ഉപരോധിച്ച് സംസാരിക്കുകയായിരുന്നു എം.വി. ജയരാജൻ. പറഞ്ഞതൊന്ന് കേൾക്കാം. എനിക്കൊരു നോട്ടീസ് പോലീസ് നൽകിയിട്ടുണ്ടായി. പോലീസിനെ കൊണ്ട് അത് ചെയ്യിച്ചത് കോടതിയാണെന്നറിയാം. ഇവിടെ ഒരു ഹെഡ് പോസ്റ്റ് ഓഫീസ്, അതിന് മുമ്പിൽ 10,000 പങ്കെടുത്താൽ സ്വാഭാവികമായും ഈ റോഡ് ആകെ ജനങ്ങൾ അണിനിരന്നു കഴിയും. അപ്പോ ഇതുവഴിയുള്ള യാത്രക്ക് തടസ്സമുണ്ടാവും. യാത്രാ മാർഗങ്ങൾ വേറെയുണ്ട്, ഹെഡ് പോസ്റ്റ് ഓഫീസ് വേറെയില്ല. അപ്പൊ യാത്രാ മാർഗങ്ങൾ മറ്റിടങ്ങളിലേക്ക് ട്രാഫിക് നിയന്ത്രിച്ചുകൊണ്ട് ചെയ്യുക എന്ന നിലപാട് സ്വീകരിക്കുന്നത് എന്തോ പൗരാവകാശ ലംഘനമായിട്ട് ചിലർ വ്യാഖ്യാനിക്കുകയാണ്. ജുഡീഷ്യറിയുടെ ആ വ്യാഖ്യാനമാണ് തെറ്റ്. അർജുൻ കല്യാട് നമുക്കൊപ്പം. അർജുൻ കല്യാട്, ഹൈക്കോടതി കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, വഴികൾ യാത്രയ്ക്കുള്ളതാണ്, സമരത്തിനുള്ളതല്ല. വഴി തടഞ്ഞ് പൗരന്റെ യാത്രയ്ക്കുള്ള അവകാശം തടസ്സപ്പെടുത്തിക്കൊണ്ടല്ല സമരങ്ങൾ വേണ്ടത് എന്ന്. അതിനെ ഇപ്പോൾ എങ്ങനെയാണ് എം.വി. ജയരാജൻ വ്യാഖ്യാനിക്കുന്നതും കോടതിക്ക് നിർദ്ദേശം കൊടുക്കുന്നതും? സുജയ, ഹൈക്കോടതിയുടെ ഈ നിർദ്ദേശത്തെയും ഈ സ്റ്റേറ്റ്മെന്റിനെയും ഒക്കെ വെല്ലുവിളിച്ചുകൊണ്ടാണ് CPIഎമ്മിന്റെ നേതൃത്വത്തിൽ ഇന്ന് കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ഇങ്ങനെയൊരു സമരം നടക്കുന്നത്. കേന്ദ്ര അവഗണനയ്ക്കെതിരെയുള്ളൊരു പ്രതിഷേധം ആയിട്ടാണ് ഈ ഹെഡ് പോസ്റ്റ് ഓഫീസ് ഉപരോധം. അതും 25,000-ലധികം പേർ പങ്കെടുത്തുകൊണ്ടുള്ള ഒരു സമരം എന്നുള്ളതാണ് CPIഎം അവകാശപ്പെടുകയും ചെയ്യുന്നത്. എന്തായാലും ഇതിന്റെ ഭാഗമായി എം.വി. ജയരാജൻ ഈ പ്രസംഗത്തിൽ തന്നെ ഹൈക്കോടതിയെ വിമർശിക്കുകയാണ്. അതായത് ഇങ്ങനെയൊരു സമരം നടത്തേണ്ടുന്ന ആവശ്യകത സൃഷ്ടിച്ചത് കേന്ദ്ര സർക്കാരാണ്. ആ കേന്ദ്ര സർക്കാർ, അതായത് സമരത്തിന്റെ ആവശ്യം ഇല്ലാതാക്കാൻ വേണമെങ്കിൽ കോടതി വിചാരിച്ചാൽ സാധിക്കുമായിരുന്നു. കോടതിക്ക് തന്നെ ഈ കേരളത്തിന് എന്തെങ്കിലും, അല്ലെങ്കിൽ കേരളത്തിന് നൽകേണ്ട ബജറ്റിൽ നൽകേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ അവഗണനയെ സംബന്ധിച്ച് ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റോ അല്ലെങ്കിൽ നിർദ്ദേശമോ നൽകുക. പക്ഷേ അത്തരമൊരു ഇടപെടൽ കോടതിയുടെ ഭാഗത്തുണ്ടായിട്ടില്ല. അപ്പോൾ ആത്യന്തികമായി ഈ കോടതിയാണ് ഈ സമരത്തിനുള്ള ഒരു സാഹചര്യം സൃഷ്ടിച്ചത് എന്നുള്ള കാര്യം കൂടി എം.വി. ജയരാജൻ പറഞ്ഞു വെക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ എം.വി. ജയരാജൻ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, യാത്രയ്ക്ക് ഒരുപാട് മറ്റു മാർഗ്ഗങ്ങളുണ്ട്. ട്രാഫിക് നിയന്ത്രിച്ചുകൊണ്ട് മറ്റു വഴികളിലൂടെ വേണമെങ്കിൽ ജനങ്ങൾക്ക് സഞ്ചരിക്കാം, ജനങ്ങൾക്ക് പോകാൻ ആവശ്യമായിട്ടുള്ള ക്രമീകരണം പോലീസിനുൾപ്പെടെ ഏർപ്പാടാക്കി ചെയ്യാം. പക്ഷേ പോസ്റ്റ് ഓഫീസ്, ഹെഡ് പോസ്റ്റ് ഓഫീസ് കണ്ണൂരിൽ ഇത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കൂടിയാണ് ഈ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ സമരം നടത്തുന്നത്. അതിന് ഈ പറയുന്ന രീതിയിൽ പോലീസും കോടതിയും എല്ലാം തന്നെ ഇടപെട്ടുകൊണ്ട് മറ്റു മാർഗ്ഗങ്ങൾ കണ്ടെത്താം എന്നല്ലാതെ സമരങ്ങൾ വേണ്ട, അല്ലെങ്കിൽ സമരങ്ങൾ പാടില്ല എന്നുള്ളൊരു നിലപാട് അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല എന്നുള്ളതാണ് എം.വി. ജയരാജൻ പറയുന്നത്. എന്തായാലും എം.വി. ജയരാജൻ നേരത്തെയും ഇതുപോലെ കോടതിക്കെതിരെയായ വിമർശനങ്ങൾ നടത്തിയിട്ടുണ്ട്. ശുംഭൻ പരാമർശം ഉൾപ്പെടെ നമ്മുടെ മുന്നിലുള്ളതാണ്. അത്തരത്തിൽ ഇനിയും തനിക്ക് കോടതിയിൽ പോകാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. കാരണം ചൂടുകാലമാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് കോടതി ശിക്ഷിച്ച് ജയിലിൽ പോകേണ്ടി വന്നാലും അതിന് തർക്കമില്ല എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ എം.വി. ജയരാജൻ സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രകോപന പ്രസംഗമാണ്. 10,000 പങ്കെടുത്താൽ വഴി തടസ്സപ്പെടുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ആ സമരം നടത്താൻ ഹെഡ് പോസ്റ്റ് ഓഫീസ് മാത്രമേ ഉള്ളൂ. ഹെഡ് പോസ്റ്റ് ഓഫീസ് ഒന്നേ ഉള്ളൂ, വഴി പലതുണ്ട്, വേണമെങ്കിൽ നിങ്ങൾ മാറിപ്പോയിക്കോളൂ, കോടതി പറഞ്ഞാലും ഞങ്ങൾ സമരം ഇവിടെ തന്നെ നടത്തും എന്ന് പറയുന്നത് കോടതിക്ക് നേരെയുള്ള പരസ്യമായ വെല്ലുവിളി തന്നെയല്ലേ അർജുൻ? തീർച്ചയായിട്ടും. അതായത് കോടതി ഇതിനു മുൻപും CPIഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദൻ ഉൾപ്പെടെ നേരിട്ട് കോടതിയിൽ ഹാജരാകുന്ന ഒരു സ്ഥിതി വിശേഷം തന്നെ ഉണ്ടായിട്ടുണ്ട്. തിരുവനന്തപുരം വഞ്ചൂരിൽ നടന്നിട്ടുള്ള ഒരു പാർട്ടി സമ്മേളനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വഴി തടസ്സപ്പെടുത്തി സ്റ്റേജ് കെട്ടുകയും അവിടെ പ്രസംഗിക്കുകയും ചെയ്തതിൻ്റെ ഭാഗമായി. അപ്പോൾ അത്തരം സംഭവങ്ങളിലൊന്നും തന്നെ CPIഎം ഒരു തരത്തിലുമുള്ള ഒരു പിന്നോട്ട് പോക്ക് ഇത്തരം വഴി തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള സമരങ്ങളുടെ ഭാഗമായി ഉണ്ടാവുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഈ സംഭവങ്ങളെല്ലാം തന്നെ സാക്ഷ്യപ്പെടുത്തുന്നത്. ഇതിൽ M.V. ജയരാജൻ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ജഡ്ജിമാരെ പ്രകോപിപ്പിക്കാൻ മാധ്യമങ്ങളെല്ലാം പകർത്തിയിട്ടുണ്ട്. അതായത് ജഡ്ജിമാരെ പ്രകോപിപ്പിക്കാൻ വേണ്ടിയാണ് മാധ്യമങ്ങൾ ഇത് പറയുന്നത് എന്നുള്ളതാണ്. പക്ഷേ കോടതിയുടെ നിർദ്ദേശത്തെ ലംഘിച്ചുകൊണ്ടാണ് ഇത്തരം സമരം നടത്തുന്നതെന്നത് CPIഎമ്മോ M.V. ജയരാജനോ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിനകത്തുനിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി. എന്തായാലും ഇതൊരു പരസ്യമായിട്ടുള്ള വെല്ലുവിളി തന്നെയാണ്. കോടതിയെ ഉൾപ്പെടെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധമാണ്. പരമോന്നത നീതിപീഠത്തെ വെല്ലുവിളിക്കാൻ ഒരു പാർട്ടിയുടെ നേതാവ്, അതും ഉത്തരവാദിത്തപ്പെട്ട ചുമതലയിലുള്ള പ്രവർത്തന പരിചയമുള്ള ഒരു നേതാവ് ശ്രമിക്കുന്നു എന്നുള്ളപ്പോൾ ആ പറഞ്ഞ കാര്യങ്ങൾ
കാര്യങ്ങൾ അത് പൊതുജന സമക്ഷത്തിലേക്ക് എത്തിക്കുക എന്നത് മാധ്യമങ്ങളുടെ ഉത്തരവാദിത്തമാണ്. കോടതി മാധ്യമങ്ങളിലൂടെയും പല കാര്യങ്ങളും കാണാറുണ്ട്, ഇടപെടാറുണ്ട്. കോടതി ഇടപെടലിലൂടെ വഴിയിലെ വെള്ളക്കെട്ട് മാറുന്നതും ഫ്ലെക്സ് ബോർഡുകൾ എടുത്തു മാറ്റപ്പെടുന്നതും പൊതുജനത്തിന് വൃത്തിയായി യാത്ര ചെയ്യാൻ കഴിയുന്നതും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതില്ലേ. അപ്പോൾ ജനങ്ങൾക്ക് വേണ്ടിയാണല്ലോ കോടതി ഈ ഉത്തരവുകളൊക്കെ പുറപ്പെടുവിക്കുന്നതും സ്വമേധയാ കേസെടുക്കുന്നതും. അങ്ങനെയാണെങ്കിൽ എം.വി. ജയരാജന്റെ ഈ വെല്ലുവിളിയും ഇതിനകം തന്നെ കോടതിയുടെ ശ്രദ്ധയിൽ, ബഹുമാനപ്പെട്ട ജഡ്ജിമാരുടെയൊക്കെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ടാകില്ലേ അർജുൻ? വഴി തടഞ്ഞ CPIM-ന്റെ ഹെഡ് പോസ്റ്റ് ഓഫീസ് ഉപരോധം നടന്നത് കണ്ണൂരിലാണ്. കണ്ണൂരിൽ നിന്നുകൊണ്ട് എം.വി. ജയരാജൻ ഹൈക്കോടതി വേണമെങ്കിൽ ഉത്തരവിടൂ എന്ന് പറഞ്ഞുകൊണ്ട് ഉത്തരവിനെ വെല്ലുവിളിക്കുന്നതാണ് നമ്മൾ കണ്ടത്.